കമൽഹാസൻ ചിത്രം തഗ് ലൈഫ് സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഡൽഹിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ എല്ലാം വരിക ചെന്നൈയിലും കൂടിയായിരിക്കും. സിനിമ ഇപ്പോൾ റിലീസെല്ലാം നവംബറിലോ ഡിസംബറിലോ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ജവാൻ എന്ന സിനിമയ്ക്ക് ശേഷം ഷാറൂഖ് ഖാനും അനിരുദ്ധും ഒന്നിക്കുന്നു. ഈ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഈ വർഷം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷാറൂഖ് ഖാൻ ഡോൺ വേഷത്തിലെത്തുന്ന ഈ സിനിമ ഒരു ആക്ഷൻ ഫിലിമും കൂടിയാണ്. രാജമൗലി സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണല്ലോ മഹേഷ് ബാബുവിനെ നായകനാക്കിയിട്ടുള്ള ചിത്രം. ഈ സിനിമയിൽ ഇപ്പോൾ ഒരു പ്രധാന വേഷത്തിൽ മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജ് എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റൂമറുകൾ. എന്തായാലും സിനിമയുടെ ഭാഗത്ത് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എല്ലാം ഉടൻ തന്നെ പ്രതീക്ഷിക്കുക. സലാർ 2 ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണല്ലോ NTR 31 എന്ന ചിത്രം. സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ ഡ്രാഗൺ എന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ റൂമറുകൾ. സിനിമയുടെ ഷൂട്ട് ഈ വർഷം ഒക്ടോബറിൽ തന്നെ ആരംഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. മോഹൻലാൽ ചിത്രമായ ഒപ്പം സിനിമയുടെ ഹിന്ദി റീമേക്ക് വരുന്നു. സിനിമയിൽ ബോബി ഡിയോളും സൈഫ് അലി ഖാനായിരിക്കും പ്രധാന വേഷത്തിലെത്തുക. പ്രിയദർശനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. വെട്രിമാറിന്റെ ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന ചിത്രമാണല്ലോ വിടുതലൈ 2. സിനിമയിൽ ഇപ്പോൾ SJ സൂര്യ ജോയിൻ ചെയ്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ എല്ലാം ഉടൻ പ്രതീക്ഷിക്കുക. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നു. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഈ വർഷം അവസാനം ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ മേജർ ലൊക്കേഷൻസ് എല്ലാം വരുന്നത് പാലക്കാട്, മലപ്പുറം എന്നീ സ്ഥലങ്ങളിലും കൂടിയായിരിക്കും. ചിത്ത് എന്ന സിനിമയ്ക്ക് ശേഷം സിദ്ധാർത്ഥിന്റെ അടുത്തൊരു സിനിമ വരുന്നു. സിനിമ സംവിധാനം ചെയ്യുന്നത് കുരുതിയാട്ടം 8 തോട്ടകൾ എന്ന സിനിമയുടെ സംവിധായകനും കൂടിയാണ്. സിനിമ നിർമ്മിക്കുന്നത് ശാന്തി ടാക്കീസും കൂടിയായിരിക്കും. സൂര്യനായകൻ എന്ന ചിത്രമാണല്ലോ കങ്കുവ. സിനിമയുടെ ഡബ്ബിംഗ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഡബ്ബിംഗ് വർക്കെല്ലാം ഇപ്പോൾ ഓഗസ്റ്റിൽ കംപ്ലീറ്റ് ആയി. സിനിമ ദീപാവലി റിലീസായി ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അജിത് നായകൻ എന്ന ചിത്രമാണല്ലോ വിടാമുയർച്ചി. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങൾ ഇപ്പോൾ ജൂൺ മാസം 3rd വീക്കിലായിരിക്കും ഇനി ഷൂട്ട് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ സിനിമ ഈ വർഷം ദീപാവലി റിലീസായിട്ട് തന്നെ എത്താനാണ് ചാൻസ്. ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മൂന്നാറിലായിരുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്.